10ാം ക്ലാസ്സിലെ ഐടിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ പബ്ലിഷിംഗ് അഥവാ പ്രസിദ്ധീകരണത്തിലേക്ക് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് മെയിൽ മർജ് എന്ന് പറയുന്നത്. മെയിൽ മർജ് ടെക്നിക് അഥവാ മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും കൂടിയാണ്. അപ്പോൾ ഒരൊറ്റ ചോദ്യത്തിലൂടെ നമുക്ക് ഈ മെയിൽ മർജിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അത് സേവ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ബാക്കി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പോലെയല്ല മെയിൽ മർജിന്റെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സേവ് ചെയ്യേണ്ടത്. അവിടെ പ്രിന്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ വിട്ടുപോകാതെ കൃത്യമായിട്ട് വീഡിയോ ശ്രദ്ധിച്ച് കാണുക. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. പ്രിപ്പയർ ID cards for the students of school Little Kites using മെയിൽ മർജ് ടെക്നിക് ഇൻ ലിബ്രിയോഫീസ് റൈറ്റർ. ലിബ്രിയോഫീസ് റൈറ്ററിലെ മെയിൽ മർജ് ടെക്നിക് ഉപയോഗിച്ചിട്ട് സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിലെ കുട്ടികൾക്ക് നൽകാനുള്ള ID കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദ ഡീറ്റെയിൽസ് ഓഫ് ദ ക്ലബ് മെമ്പേഴ്സ് ആർ ഗിവൺ ഇൻ ദ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡർ. ഓക്കെ, in home with the file name card.ods and the sample ID card with the file name lk_card.ott in the same folder. Save the ID cards as a single file in exam10 folder in home with your register number _question number as its file name. എന്താ പറഞ്ഞേ? ക്ലബ് അംഗങ്ങളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള card.ods. നമുക്കറിയാം മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ച് നമുക്ക് ചെയ്യേണ്ടെങ്കിൽ 2 ഫയൽ വേണം അല്ലേ? 2 ഫയൽ വേണം. ഒന്ന് കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടേബിൾ വേണം അല്ലെ? ഇപ്പൊ കുട്ടികളുടെ പേരാണെങ്കിൽ അത്, ഇനി എന്താണോ നമുക്ക് വേണ്ട ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടേബിൾ വേണം. ആ ടേബിൾ ഒരു ODS ഫയലായിട്ട് ലിബ്രിയോഫീസ് കാൽക്ക് എന്ന സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കി സേവ് ചെയ്തിരിക്കുന്ന ഒരു ODS ഫയലായിട്ട് നമുക്കത് വേണം. അതേപോലെ നമുക്ക് ID കാർഡ് ആണെങ്കിൽ ID കാർഡ്, സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ സർട്ടിഫിക്കറ്റ്, എന്തിലാണോ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തേണ്ടത് ആ ഒരു ആവശ്യത്തിന്, ഇപ്പൊ കത്താണെങ്കിൽ കത്ത്, അല്ലെങ്കിൽ ID കാർഡാണ് ID കാർഡ്, അതിൻ്റെ ഒരു മോഡലും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു ODT ഫയൽ ആയിരിക്കാം, അല്ലെങ്കിൽ OTT ഫയലും ആകാം. ഓക്കെ, അപ്പോൾ card.ods എന്ന ഫയലിലും ID കാർഡിന്റെ മാതൃക, അതിൻ്റെ ആ ഒരു ID കാർഡിന്റെ ഒരു മോഡല് ഇതേ ഫോൾഡറിലുള്ള എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലുള്ള lk_card.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ബാക്കി കാര്യത്തിലേക്ക് വരാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് card.ods എന്ന് പറയുന്ന ഫയൽ ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കണം എന്നില്ല. പക്ഷെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ആദ്യം തന്നെ പോയി ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കണം എന്നില്ല കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം എന്ത് ചെയ്യുക? എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് നമുക്ക് പോകാം. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഇവിടെയുണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ card.ods എന്ന ഒരു ഫയൽ കാണാം. .ods കണ്ടില്ലേ? അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയേ. ഇതിനകത്ത് ഒരു ടേബിൾ രൂപത്തിൽ നമുക്ക് ആവശ്യമായുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ്, അവരുടെ നെയിം, നമ്പർ, അഡ്മിഷൻ നമ്പർ, ക്ലാസ് ആൻഡ് ഡിവിഷൻ, ബാച്ച് ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഓൾറെഡി കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒരു ടേബിൾ രൂപത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, ലിബ്രിയോഫീസ് കാൽക്ക് എന്ന സോഫ്റ്റ്വെയറിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഒരു ഫയൽ എന്ന് പറയുന്നത് ഒരു ODS എന്ന എക്സ്റ്റൻഷനിൽ വരുന്ന ഒരു ഫയലാണ്. ഓക്കെ, നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഈ ODS അല്ല നമ്മൾ ആദ്യം ഡയറക്റ്റ് ഓപ്പൺ ചെയ്യേണ്ടത്. നമുക്ക് മെയിൽ മർജ് ടെക്നിക് ഉപയോഗിച്ചിട്ട്, മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാർഡിന്റെ മോഡൽ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിന്റെ മോഡൽ, അങ്ങനത്തെ ഒരു മോഡൽ ഓൾറെഡി തന്നിട്ടുണ്ടാവും. അതൊന്നിക്കൽ ഒരു OTT ഫയലായിരിക്കും, അല്ലെങ്കിൽ ODT ഫയലായിരിക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ള lk_card.ott എന്ന ആ ഒരു ഫയല്, അതിനകത്താണ് ID കാർഡിന്റെ മാതൃകയുള്ളത്. അതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ lk_card.ott എന്ന ഫയൽ കാണാലോ. ഈ ഫയല് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് ലിറ്റിൽ കൈറ്റ്സിലെ ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ID കാർഡിന്റെ ഒരു മാതൃക, ഒരു മോഡൽ ഇവിടെ ഉണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൽ മർജ് ടെക്നിക്കിന്റെ പരിപാടിയിലേക്ക് കടക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ടേബിളിൽ കുറേ കുട്ടികളുടെ ഡീറ്റെയിൽസ് കണ്ടിട്ടില്ലേ? ആ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ കുട്ടിക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ID കാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനുവേണ്ടി മെയിൽ മർജ് സങ്കേതം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഇൻസേർട്ടിലേക്ക് പോവുക. നോട്ട് ചെയ്ത് വെച്ചോ, ശ്രദ്ധിച്ചോ. ഇൻസേർട്ടിലേക്ക് വരിക, ഫീൽഡിൽ വരിക, മോർ ഫീൽഡ്സ് എടുക്കുക. ഇൻസേർട്ട്, ഫീൽഡ്, മോർ ഫീൽഡ്സ്, ഈ ക്രമത്തിൽ എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വിൻഡോ കാണാലോ. ഈ വിൻഡോയിൽ കുറേ ടാബ് ഉണ്ട് അല്ലേ? ഡോക്യുമെന്റ്, ക്രോസ് റെഫറൻസ്, ഫങ്ഷൻസ്. ഇതിൽ ഏറ്റവും അവസാനമുള്ള ഡാറ്റാബേസ് എന്ന ടാബിലേക്ക് വരിക.
ഈ ഡാറ്റാബേസ് എന്ന ടാബിൽ നിങ്ങൾക്ക് ഇവിടെ മെയിൽ മർജ് ഫീൽഡ്സ് ഉണ്ട്. ഈ മെയിൽ മർജ് ഫീൽഡ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. മെയിൽ മർജ് ഫീൽഡ്സ് സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴെ ഇവിടെ നിങ്ങൾക്ക് കാണാം ആഡ് ഡാറ്റാബേസ് ഫയൽ. അവിടെ ബ്രൗസ് എന്ന് കാണാം. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ബ്രൗസ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ടേബിളിൽ ആ ഒരു ഫയൽ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ. എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് card.ods. അപ്പോൾ ആ ഒരു ODS ഫയൽ ഇവിടെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, card.ods എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാർഡ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ID കാർഡ് എന്ന് പറഞ്ഞ് വന്നത് കാണാം. ഇതിന്റെ സൈഡിൽ കണ്ട ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെയുള്ള എല്ലാ ഫീൽഡുകളും ഇവിടെ വന്നത് കാണാം. നമ്പർ, നെയിം, അഡ്മിഷൻ നമ്പർ, ക്ലാസ് ആൻഡ് ഡിവിഷൻ ബാച്ച്, ഇത്രയും ഫീൽഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഫീൽഡുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇവിടെ ആവശ്യമുള്ളത് പറഞ്ഞിരിക്കുന്നത് മാത്രം കൊണ്ടുവന്നാൽ മതി. നമുക്ക് ആദ്യം എന്ത് വേണം? നെയിം അല്ലേ. അപ്പോൾ ആ നെയിം ഇങ്ങോട്ടേക്ക് വരുത്താൻ വേണ്ടിയിട്ട് 2-3 മാർഗം ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു നെയിം എന്ന ഫീൽഡ് വലിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇടാം. ഈ രീതിയിൽ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇടാം. മറ്റൊരു മാർഗമുണ്ട്. അഡ്മിഷൻ നമ്പറല്ലേ എടുത്തത്, നമുക്ക് എവിടെയാണോ നമുക്കിത് കൊണ്ടുവരേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫീൽഡിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് അങ്ങോട്ടേക്ക് വന്നോളൂ. വേറെ ഒരു മാർഗം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അടുത്ത ക്ലാസ് ആൻഡ് ഡിവിഷൻ അല്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ഫീൽഡാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആ ഒരു ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ ഇൻസേർട്ട് എന്ന ബട്ടണിൽ അത് കൊടുക്കുക. അങ്ങനെയും ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ ഏത് മാർഗം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ആവശ്യമായിട്ടുള്ള ഫീൽഡുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫീൽഡുകളൊക്കെ കൊണ്ടുവരിക. കൊണ്ടുവന്നല്ലോ, സെറ്റ് അല്ലേ. ഇത്രയും നമ്മളോട് പറഞ്ഞുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. ഈ വിൻഡോ ആവശ്യമില്ല, ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. ഇനി എന്താ പറഞ്ഞേ, ചോദ്യം ശ്രദ്ധിക്കണം. പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. തയ്യാറാക്കിയ ID കാർഡുകൾ ഒറ്റ ഫയലായി, സിംഗിൾ ഫയൽ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ആയിട്ട് നമ്മളോട് സേവ് ചെയ്യാൻ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം. സേവ് ദ ID കാർഡ് ആസ് എ സിംഗിൾ ഫയൽ ഇൻ exam 10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ഇറ്റ്സ് ഫയൽ നെയിം. അതായത് മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനമാണെങ്കിൽ ഫയലിൽ സേവോ ഫയലിൽ സേവ് ആസോ അല്ല നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. നമ്മൾ ഫയലിൽ പ്രിന്റ് ആണ് കൊടുക്കേണ്ടത്. ഫയലിൽ പ്രിന്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നത് കാണാലോ. യുവർ ഡോക്യുമെന്റ്സ് കണ്ടെയ്ൻ അഡ്രസ് ഡാറ്റാബേസ് ഫീൽഡ്. ഡു യു വാണ്ട് ടു പ്രിന്റ് എ ഫോം ലെറ്റർ? യെസ് കൊടുക്കുക. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള ഒരു മെയിൽ മർജ് എന്ന പേരിൽ ഒരു വിൻഡോ നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് സേവ് ദ ID കാർഡ് ആസ് സിംഗിൾ ഫയൽ അല്ലെ. അതായത് ഒറ്റ ഫയലായി, സിംഗിൾ ഫയലായി സേവ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? ഔട്ട്പുട്ടില് പ്രിന്ററും ഫയലും 2 ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ പ്രിന്റർ ഒന്നും കൊണ്ടുപോയി നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല. പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോകുന്നത്. നമുക്കിത് ഫയൽ സേവ് ചെയ്യണം. അതിനെന്ത് വേണം? ഫയലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആ ഒരു ഫയലാണ് സേവ് ചെയ്യേണ്ടത്. ഫയൽ കൊടുക്കുക. ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. സേവ് ആസ് സിംഗിൾ ഡോക്യുമെന്റ്, സേവ് ആസ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ്. നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ഫയലായിട്ട് സേവ് ചെയ്യണം അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യുക? സേവ് ആസ് സിംഗിൾ ഡോക്യുമെന്റ് കൊടുക്കുക. എന്നിട്ട് താഴെ ഓക്കെ എന്ന ബട്ടൺ കണ്ടോ? ഈ ഓക്കെ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മളോട് എവിടെയാണ് ഇത് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. സേവ് ചെയ്യേണ്ടത് എവിടെയാ? ഹോമിലെ, ചോദ്യത്തിൽ പറഞ്ഞതാണ് ഹോമിലെ exam 10 എന്ന ഫോൾഡറിനകത്ത് കൃത്യമായിട്ടുള്ള രജിസ്റ്റർ നമ്പർ കൊടുക്കുക. രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ ആ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് താഴെ ഒരു സേവ് ബട്ടൺ കാണാലോ. ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, കംപ്ലീറ്റ് ആയി. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെറിയൊരു വിൻഡോ ഇവിടെ വരുന്നുണ്ട് അല്ലേ. അതൊന്ന് കംപ്ലീറ്റ് ആയാൽ റെഡിയായി. ഇനി നമുക്ക് ഈ ഒരു ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ സേവ് ചെയ്ത് വെച്ച ആ ഒരു സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, ഹോമിലെ exam 10 എന്ന ഫോൾഡർ ഇവിടെ ഉണ്ട് അല്ലേ. ഹോമിലെ exam 10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെയായിട്ട് നമ്മൾ ലാസ്റ്റ് സേവ് ചെയ്ത ആ ഒരു ഫയൽ ഉണ്ട് അല്ലേ. 1 2 3 4 5 അതായത് രജിസ്റ്റർ നമ്പർ _ 6 എന്ന ഒരു ചോദ്യ നമ്പറാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾക്ക് 1 2 3 4 ഇത് ഏതെങ്കിലും ഒരു ചോദ്യ നമ്പർ ആയിരിക്കും. ഞാൻ ഇതിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ കണ്ടോ എങ്ങനെയാ വന്നിരിക്കുന്നത്? ആദ്യം ഒരു കാർഡ് വന്നു. അതിൽ ആദ്യത്തെ കുട്ടിയുടെ പേര്, ഡീറ്റെയിൽസ് ഒക്കെ വന്നു. താഴോട്ട് നോക്കി വേറൊരു പുതിയൊരു പേജിൻ്റെ അകത്ത് അടുത്ത കുട്ടിയുടെ ഡീറ്റെയിൽസ് വന്നു. ഇനി താഴോട്ട് നോക്കി അടുത്ത കുട്ടിയുടെ ഡീറ്റെയിൽസ് വേറെ ഒരു കാർഡായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഒറ്റൊരു പേജിലുള്ള ആ ഒരു കാർഡിൽ മാത്രമാണ് ഫീൽഡുകൾ വലിച്ചിട്ടത്. പക്ഷെ ആ ടേബിളിൽ ഉണ്ടായിരുന്ന മുഴുവൻ കുട്ടികളുടെയും പേരും ഡീറ്റെയിൽസും ഇതേപോലെ വളരെ വേഗത്തിൽ നമുക്ക് കൊടുത്തുകൊണ്ട് ഒരു ID കാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഓക്കെ അല്ലേ? ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മെയിൽ മർജിൻ്റെ ഈ ഒരു ചോദ്യവും നമ്മൾ അടിപൊളിയിൽ ചെയ്തു കഴിഞ്ഞു.